ഗുരുഭക്തി കൊണ്ട് ശിവലോകം പ്രാപിച്ച കുറുമ്പ നായനാരുടെ ജീവിത കഥയാണ് ചേക്കിഴാർ സ്വാമികൾ പെരിയ പുരാണത്തിൽ അടുത്തതായിട്ട് പറയുന്നത്. പുരാതനമായ മിഴലൈ നാടെന്ന് പറഞ്ഞൊരു നാട്ടിൽ അവരുടെ അധിനായകനായിട്ട് തലവനായിട്ട്, അതായത് ഈ മിഴലൈ നാട് കുറുമ്പർ വംശക്കാർ ജീവിച്ചിരുന്ന സ്ഥലമാണ്. പെരുമിഴലൈ എന്ന ദേശത്ത് നിറയെ കുറുമ്പ വംശത്തിൽപ്പെട്ട കുറുമ്പ ജാതിക്കാരാണ് താമസിച്ചിരുന്നത്. അവർക്കൊരു നേതാവുണ്ടായിരുന്നു. അവരെ കുറുമ്പനാർ എന്നാണ് വിളിച്ചിരുന്നത്. കുറുമ്പനാർ ഒരു ശിവഭക്തനായിരുന്നു. ശിവഭക്തിക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ അയാൾ തയ്യാറായിരുന്നു. ശിവഭക്തന്മാരെ കാണുമ്പോൾ, ശിവയോഗികളെ കാണുമ്പോൾ, രുദ്രാക്ഷമാല അണിഞ്ഞവരെ കാണുമ്പോൾ തന്നെ അദ്ദേഹം ഭക്തി കൊണ്ട് നമ്രശിരസ്കനായി മാറുമായിരുന്നു. സുന്ദരമൂർത്തി നായനാരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തെ ഗുരുവായിട്ട് കുറുമ്പനാർ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. അതിന് കാരണം മറ്റൊന്നല്ല, സുന്ദരമൂർത്തി സ്വാമികളുടെ കഥ നിരന്തരം അദ്ദേഹം കേട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, സുന്ദരമൂർത്തി സ്വാമികൾ ശിവൻ്റെ പ്രതിനിധിയാണെന്നും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ സുന്ദരമൂർത്തി സ്വാമികളിലൂടെ ശിവനിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുമെന്ന് കുറുമ്പനാർ വിശ്വസിച്ചു. അങ്ങനെ അദ്ദേഹം കുറുമ്പനാരെ നിരന്തരം സ്തുതിച്ച് ഭജിച്ചുകൊണ്ട് കാലം കഴിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് പഞ്ചാക്ഷരി മന്ത്ര സാധനയും ഉണ്ടായിരുന്നു. അത് സുന്ദരമൂർത്തി സ്വാമികൾ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് ഈ പഞ്ചാക്ഷരി സാധന. അതിൽ നമഃശിവായ എന്നുള്ളത് അദ്ദേഹം അർത്ഥം മനസ്സിലാക്കി. കുറുമ്പനാർ അതിൻ്റെ ഗൂഢാർത്ഥങ്ങൾ സുന്ദരമൂർത്തി സ്വാമികളുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കി. നമശബ്ദം കായികം, വാചികം, മാനസികം എന്നിവയാലുണ്ടാകുന്ന മലത്രയങ്ങളെ നശിപ്പിക്കുന്നു എന്നും, ശിവ എന്നുള്ള ശബ്ദം ജീവനെ ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാക്കുന്നവനാണ് എന്നും മനസ്സിലാക്കി. അപ്പോൾ നമഃശിവായയുടെ പരിപൂർണമായ ആന്തരിക അർത്ഥം, അതായത് മലത്രയങ്ങളെ നശിപ്പിക്കുന്ന ഭഗവാൻ എന്നുള്ള ആ അക്ഷരങ്ങളുടെ ദിവ്യമായ, പഞ്ചാക്ഷരത്തിൻ്റെ ദിവ്യമായ അനുഭൂതി തലത്തെ സുന്ദരമൂർത്തി നായനാരുടെ ഉപാസനയിലൂടെ കുറുമ്പനാർ ആ പഞ്ചാക്ഷര സാധനയിലൂടെ സാക്ഷാത്കരിച്ചു. അങ്ങനെ നമഃശിവായ മന്ത്രം ജപിച്ച് സുന്ദരമൂർത്തി സ്വാമികളുടെ സഹായത്താൽ അദ്ദേഹം പല അഷ്ടൈശ്വര്യ സിദ്ധികളും നേടിയെന്നാണ് പറയുന്നത്. മാത്രമല്ല, യോഗശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രാവീണ്യവും അദ്ദേഹം നേടിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ അണിമാതി സിദ്ധികൾ എല്ലാം തന്നെ സ്വായത്തമാക്കിയപ്പോൾ ഒരു ദിവസം അദ്ദേഹം തൻ്റെ അബോധ മനസ്സിൽ ഒരു ചിത്രം കാണുകയാണ്. സുന്ദരമൂർത്തി സ്വാമികൾ കൊടുങ്ങല്ലൂർക്ക് പോയിരിക്കുന്നു. അതായത് കൈലാസത്തിലേക്ക് പോകാൻ വേണ്ടി അവസാന യാത്രയായി തിരുവഞ്ചിക്കുളത്തേക്ക് പോയിരിക്കുന്നു. തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രത്തിലേക്ക് ചേരമാൻ പെരുമാളിനോടൊപ്പം ചെല്ലുന്ന കാഴ്ചയും അദ്ദേഹം ആ അന്തർദർശനത്താൽ കണ്ടു. അപ്പോൾ സുന്ദരമൂർത്തി സ്വാമികൾ ശിവപാദങ്ങളിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചം ശൂന്യമാണ്. കാരണം തൻ്റെ ഗുരു ഈ പ്രപഞ്ചത്തിലില്ല. പിന്നെ താൻ ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല. ഗുരു ഇല്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി അദ്ദേഹം ഗുരുവിൻ്റെ കൂടെ തന്നെ പോകണമെന്ന് ആഗ്രഹിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ശിവലോകത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തി. ഇതാ നോക്കൂ, ആ ഭാഗം ചേക്കിഴാർ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഗുരു നാളെ കൈലാസത്തിലേക്ക് പോകും. അദ്ദേഹത്തിനെ വരവേൽക്കാനായി ഞാൻ അവിടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ കൈലാസത്തിലേക്ക് പോകട്ടെ എന്ന്
ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു. ആ സമയം അദ്ദേഹത്തിൻ്റെ ജീവൻ ബ്രഹ്മരന്ധ്രം വഴി മുകളിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ സഹസ്രാരപത്മത്തിലെ ബ്രഹ്മരന്ധ്രം വഴി അദ്ദേഹം ശിവലോകത്തിലേക്ക് എത്തിച്ചേരുന്നു. യോഗശാസ്ത്രത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു തലമാണിത്. അതായത് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി സ്വരൂപിണി സഹസ്രാരത്തിൽ ശിവനുമായി മേളിക്കുകയും അവസാനം ജീവൻ സഹസ്രാരപത്മത്തിലെ ബ്രഹ്മരന്ധ്രം വഴി ബ്രഹ്മരന്ധ്രവാതിൽ തുറന്ന് മുകളിലേക്ക് ഉപരിലോകത്തിലേക്ക് ശിവലോകത്തിലേക്ക് പോവുകയും ചെയ്യുന്ന അനുഭവമാണ് യോഗശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇതിനെ വിവരിക്കുന്നത്. ആ നില നമ്മുടെ കുറുമ്പനാർ പ്രാപിച്ചു. അങ്ങനെ സുന്ദരമൂർത്തി നായനാർ ശിവലോകത്തിലെത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തെ എതിരേൽക്കാൻ വേണ്ടി കുറുമ്പനാർ ശിവലോകത്തിൽ തലേ ദിവസം തന്നെ എത്തിച്ചേർന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. ഒരു ഗുരുവിനെ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ മാനസികമായി തന്നെ ആ ഗുരുവിനെ സ്വീകരിക്കാൻ കഴിയും. അതായത് ഒരു ഗുരു നമുക്ക് വേണമെന്ന് നാം ആഗ്രഹിക്കുകയും ആ ഗുരു ആരാണെന്ന് മനസ്സിൽ തീരുമാനിക്കപ്പെടുകയും ചെയ്താൽ ആ ഗുരു നേരിട്ട് വന്നില്ലെങ്കിലും ആ ഗുരുവിൻ്റെ മാനസിക ഭാവത്തെ ഹൃദയത്തിൽ ആവാഹിക്കാൻ ഒരു പ്രയാസവുമില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് ഗുരുവിൻ്റെ ആ പ്രസൻസ്, ബാഹ്യമായ പ്രസൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആന്തരികമായി നമ്മുടെ ഹൃദയത്തിൽ ആ ഗുരുവിനെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചാൽ മതി. അങ്ങനെയുള്ള ഗുരുവിനെ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ ആ ഗുരു തന്നെ സാക്ഷാൽ ശിവനായി വന്ന് നമുക്ക് എല്ലാ വിദ്യകളും പറഞ്ഞു തരും. ഇതാണ് അന്തർജ്ഞാനം എന്ന് പറയുന്നത്. പലപ്പോഴും ഉൾവിളി എന്നൊക്കെ നാം പറയപ്പെടുന്ന ഒരവസ്ഥയാണിത്. ഇങ്ങനെയുള്ളവർക്ക് അന്തർജ്ഞാനത്തിലൂടെ ഗുരു ബ്രഹ്മോപദേശം, ബ്രഹ്മവിദ്യ അഭ്യസിപ്പിച്ചു കൊടുക്കും. അത് സാധാരണ ശാസ്ത്രബോധത്തിൽ നോക്കിയാൽ ഇതൊന്നും സംഭവ്യമല്ല. പക്ഷേ മാനസിക തലത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നതാണ്. ആത്മീയ തലത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നതാണ്. ഈ അജ്ഞാനത്തെ മാറ്റിത്തരാൻ ഗുരുവിന് ഒരൊറ്റ നിമിഷം മതി. അനേകം വർഷങ്ങൾ തപസ് ചെയ്ത് നേടുന്ന ആ ബ്രഹ്മജ്ഞാനം ഒരു ഗുരു വിചാരിച്ചാൽ ഒരു ഗുരുവിന് ഒരൊറ്റ നിമിഷം കൊണ്ട് ശിഷ്യനിൽ ഉണർത്താൻ കഴിയും. അതാണ് ആ ഗുരു സാമീപ്യത്തിൻ്റെ, ഗുരു സമ്പർക്കത്തിൻ്റെ മഹനീയത. അപ്പോൾ ഗുരുവിനെ ഏത് തരത്തിലാണ് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് ആ ഭക്തൻ്റെ താല്പര്യമനുസരിച്ചിരിക്കും. ഇവിടെ കുറുമ്പനാർ സുന്ദരമൂർത്തി നായനാരെ ഒരിക്കലും കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പലപാട് വായിച്ച അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയുള്ള സുന്ദരരെ ഹൃദയത്തിൽ ആവാഹിച്ച് സുന്ദരരുടെ അവസാന നിമിഷത്തെ മനോമുകുരത്തിൽ കണ്ട് അതിനു മുമ്പ് തന്നെ ഈ ലോകം വെടിഞ്ഞ് ശിവലോകത്തിൽ എത്തിച്ചേരാൻ ഇവിടെ കുറുമ്പനാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഈ സത്യമൊക്കെ വിശ്വസിക്കാൻ യുക്തിബോധമുള്ള, ശാസ്ത്രബോധമുള്ളവർക്ക് പ്രയാസമാണെങ്കിലും മാനസിക തലത്തിൽ ഇതൊക്കെ സംഭവിക്കാവുന്നതാണ് എന്ന് പല പുരാണങ്ങളും നമ്മളോട് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഭാവിയിൽ ഒരുപക്ഷെ സംഭവ്യമാണ് എന്ന് ശാസ്ത്രവും തെളിയിക്കാൻ സാധ്യതയുണ്ട്. ഈ അന്തർജ്ഞാനവും അതേപോലെയൊക്കെയുള്ള ആ അഷ്ടൈശ്വര്യ സിദ്ധികളുമെല്ലാം തന്നെ ഇപ്പോൾ തന്നെ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് ഒരുപാട് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഓം ശിവായ നമഃ.